ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിൽ സന്ദർശനത്തിനെത്തിയ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെ പത്നിയും പ്രഥമ വനിതയുമായ ഇന്തിസാർ അൽ സീസി, സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള അഹമ്മദ് അൽ ബുസൈദിയുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. അൽ ആലം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സ്ത്രീകൾക്ക് പൊതുവായ താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ നിലവിലുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. ഇരുവരും നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചു. ഒമാന്റെ സമ്പന്നമായ ചരിത്രം എടുത്തുകാണിക്കുന്ന മ്യൂസിയത്തിലെ പുരാവസ്തുക്കളും സ്മാരകങ്ങളും ഇന്തിസാർ അൽ സീസി വീക്ഷിച്ചു. അതേസമയം ഒമാനിൽ സന്ദർശനത്തിനായി എത്തിയ ഇന്തിസാറിനെ റോയൽ എയർപോർട്ടിൽ നേരിട്ടെത്തിയാണ് ഒമാന്റെ പ്രഥമ വനിത വരവേറ്റത്. അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായി ഒമാൻ യമനുമായി സൗഹൃദ മത്സരമുണ്ടാകും. ഡിസംബർ 16-ന് സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. ടൂർണമെന്റിനുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ച കോച്ച് റഷീദ് ജാബിർ ഇവർക്കായി 5 ദിവസത്തെ പരിശീലനം മസ്കറ്റിൽ നൽകുകയും ചെയ്തിരുന്നു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള സ്ക്വാഡിൽ ഒമാന്റെ ഒളിമ്പിക് അണ്ടർ-20 ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങളായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് അവസരം ഒരുക്കിയത്. കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരുന്നു ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ഗൾഫ് കപ്പിനുള്ള ടീമിൽ ഇടം നേടാനും സാധിച്ചേക്കും. കളിക്കാരുടെ കണ്ടീഷനിങ്ങും തന്ത്രപരമായ അവബോധവും മികച്ചതാക്കാനായിരുന്നു ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അറേബ്യൻ ഗൾഫ് കപ്പിൽ ആതിഥേയരായ കുവൈറ്റ്, ഖത്തർ, UAE എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ. ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറാഖിനോടൊപ്പം സൗദി അറേബ്യ, ബഹ്റൈൻ, യമൻ എന്നിവരുമാണുള്ളത്. ഡിസംബർ 21-ന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെ ഒമാന്റെ ആദ്യ മത്സരം നടക്കും. 24-ന് ഖത്തറിനെതിരെയും 27-ന് UAEക്കുമെതിരെയാണ് ഒമാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത്. കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ അറേബ്യൻ ഗൾഫ് കപ്പ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒമാൻ. ബസ്ര ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ 3-2-നാണ് പൊരുതി തോറ്റത്. ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകാനും സാധ്യതയില്ല. അതേസമയം തങ്ങളുടേതായ ദിവസങ്ങളിൽ ആരെയും അട്ടിമറിക്കാൻ കൽപ്പുള്ളവരാണ് റെഡ് വാരിയേഴ്സ്. ഒമാനിൽ തണുപ്പ് കാലാവസ്ഥ ഈ മാസം 23 മുതൽ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തണുപ്പ് കാലത്ത് സജീവമാകുന്ന ക്യാമ്പിങ്ങിന് മസ്കറ്റ് ഗവർണറേറ്റ് പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. തുറസായ സ്ഥലങ്ങളിൽ പ്രകൃതിയെ ആസ്വദിച്ചിട്ടുള്ള ക്യാമ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സജീവമാകും. ഇതിന്റെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ഗവർണറേറ്റ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത്. ആരോഗ്യം, പരിസ്ഥിതി, സുരക്ഷ, നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിൽ കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കില്ല. കാരവൻ, ടെന്റ് എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും. എന്നാൽ പ്രത്യേക അനുമതിയോടെ 48 മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം. ഇതിനായി 100 റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടി വരും. ഇങ്ങനെ നടത്തുന്ന ക്യാമ്പിന് 7 രാത്രി വരെ അനുമതി ലഭിച്ചേക്കും. ഇത് പിന്നീട് ദീർഘിപ്പിക്കാനും സാധിക്കും. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് നടത്താൻ പാടുള്ളൂ. ഓരോ ക്യാമ്പ് സൈറ്റുമായി 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചുമായും 10 മീറ്റർ അകലം പാലിച്ചിരിക്കണം. മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് അനുവദിക്കില്ല. പാർപ്പിട കേന്ദ്രത്തിൽ നിന്നും കുറഞ്ഞത് 100 മീറ്റർ അകലെയായിരിക്കണം. ആവശ്യമായ ലൈസൻസ് നേടാതെ ക്യാമ്പ് നടത്തിയാൽ 200 റിയാൽ പിഴ ചുമത്തും. ക്യാമ്പിങ്ങിനുള്ള നിയന്ത്രണങ്ങളോ ആവശ്യകതകളോ പാലിച്ചിട്ടില്ലെങ്കിൽ 50 റിയാലിന്റെ പിഴയും ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതുപോലെ തന്നെ ക്യാമ്പിംഗ് കാലയളവിൽ സ്ഥലം വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. വൃത്തിഹീനമായതും നിലവാരം കുറഞ്ഞതുമായ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. വിളകൾക്കും കാട്ടുചെടികൾക്കും കേടുപാടുകൾ വരുത്തരുതെന്ന നിർദ്ദേശവുമുണ്ട്. ക്യാമ്പിംഗ് സ്ഥലത്ത് മാലിന്യം തള്ളാനും കത്തിക്കാനും പാടില്ല. ഹരിത പ്രദേശങ്ങളിലും കടൽ തീരങ്ങളിലും ബാർബിക്യൂ ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. രാജ്യത്ത് A-, B-, AB പോസിറ്റീവ് എന്നീ രക്തഗ്രൂപ്പുകൾ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ഒമാൻ സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. നിർണായകമായ കുറഞ്ഞ ലഭ്യത നികത്താൻ ദാതാക്കളോട് മുന്നോട്ടു വരാനും സെൻട്രൽ ബ്ലഡ് ബാങ്ക് ആഹ്വാനം ചെയ്തു.
മേഖലയിലുടനീളമുള്ള ആശുപത്രികളിലെ രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അത്യാവശ്യമായ A-, B-, AB പോസിറ്റീവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അടിയന്തര ആവശ്യം. യോഗ്യരായ ദാതാക്കൾ എത്രയും വേഗം സെൻട്രൽ ബ്ലഡ് ബാങ്കിലോ അടുത്തുള്ള രക്തദാന കേന്ദ്രത്തിലോ രക്തം ദാനം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.